أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وكذلك نري إبراهيم ملكوت السماوات والأرض وليكون من الموقنين. صدق الله مولانا العظيم. اهتز العرش لموت سعد بن معاذ. صدق رسول الله. الأرحام وابتعدت عنا فأسرع شيء إن غارة الله. يا غارة الله حث السير مسرعة في حل عقدتنا. يا غارة الله. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, അല്ലാഹുവിൻ്റെ ഔലിയാക്കളിലെ പ്രഗൽഭരും പ്രധാനിയുമായ ഷെയ്ഖ് ജീലാനി അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ മഹത്വങ്ങളും മദ്ഹുകളും പറയുന്ന വിവരിക്കുന്ന മുഹിയുദ്ദീൻ മാലയെക്കുറിച്ചാണ് കഴിഞ്ഞയാഴ്ച സംസാരിച്ച് തുടങ്ങിയത്. കഴിഞ്ഞയാഴ്ചത്തെ സംസാരത്തിൻ്റെ സാരാംശം, രത്നച്ചുരുക്കം മൊത്തത്തിൽ പറയുകയാണെങ്കിൽ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അതിപ്രധാനമായ പ്രമാണങ്ങൾ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും. ഈ പ്രമാണങ്ങൾക്ക് വിരുദ്ധമായ, നിരക്കാത്ത, യോജിക്കാത്ത ഒരു പരാമർശവും മുഹിയുദ്ദീൻ മാലയിൽ ഇല്ല എന്ന വാസ്തവമാണ്, യാഥാർത്ഥ്യമാണ് നിങ്ങളുടെ മുമ്പാകെ പറഞ്ഞു വച്ചത്. പക്ഷേ അതിൻ്റെ വരികളെ, മുഹിയുദ്ദീൻ മാലയുടെ വരികളെ വ്യാഖ്യാനിക്കേണ്ടുന്ന വിധത്തിൽ വ്യാഖ്യാനിക്കണം. ശരിയായ വിധത്തിൽ അതിൻ്റെ ആശയം പറയുകയും പഠിപ്പിക്കുകയും ഗ്രഹിക്കുകയും വേണം. കവിയായ മഹാനരായ ഖാളി മുഹമ്മദ് ഓരോ വരികളും ആലപിച്ചത് ഏതൊരാശയത്തെ സൂചിപ്പിച്ചാണോ, ഏതൊരർത്ഥം ഉദ്ദേശിച്ചാണോ ആ ആശയവും അർത്ഥവും പഠിച്ചറിയണം. അങ്ങനെ മുഹിയുദ്ദീൻ മാല വ്യാഖ്യാനിക്കുമ്പോൾ, വിശദീകരിക്കുമ്പോൾ ഒരു മുസ്ലിമിനും മുഹിയുദ്ദീൻ മാലയെ ചോദ്യം ചെയ്യാനോ നിരാകരിക്കാനോ എതിർത്ത് സംസാരിക്കാനോ സാധ്യമല്ല. മുസ്ലിങ്ങളാണോ ഈ മാലയെ അംഗീകരിക്കേണ്ടി വരും. ഞാനൊരു ചരിത്രം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് 1950കളിൽ മലബാറിന്റെ ഭാഗമായ കുണ്ടോട്ടി പ്രദേശത്ത്, നെടിയിരുപ്പ് ഭാഗത്ത് മുഹിയുദ്ദീൻ മാലയെ അംഗീകരിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ ഒരു വാദപ്രതിവാദം നടന്നു. ഈ കേരളത്തിലുണ്ടായ സംഭവമാണ്. അതിന് ദൃക്സാക്ഷികളായ, ആ പ്രോഗ്രാമിൽ സാക്ഷികളായ കാരണവന്മാരിൽ ചിലർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. മാലയെ അംഗീകരിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിൽ ഒരു വാദപ്രതിവാദം നടന്നു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മലബാറിൽ. അനുകൂലിക്കുന്നവർക്ക് വേണ്ടി ഹാജരായത്, രംഗത്ത് വന്നത് കേരളത്തിലെ സുപ്രസിദ്ധ വാഗ്മിയും മതപണ്ഡിതരുമായിരുന്ന പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാരാണ്. അദ്ദേഹം കൊല്ലം ജില്ലക്കാരനാണ്.
അദ്ദേഹത്തിന്റെ ഖബർ കടുവാപ്പള്ളിയിൽ ഇന്നുമുണ്ട്. ഞാൻ പോയി സിയാറത്ത് ചെയ്തിട്ടുണ്ട്. പ്രസിദ്ധനായ ഒരു പണ്ഡിതനും വാഗ്മിയുമായിരുന്നു പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ഓച്ചിറയിലാണ് ഖബറുള്ളത്. എന്താകട്ടെ, മാലയെ അംഗീകരിക്കുന്ന ഭാഗത്ത് പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും എതിർക്കുന്നവരുടെ പക്ഷത്ത് പ്രസിദ്ധ പണ്ഡിതനും വാഗ്മിയുമായിരുന്ന എടവണ്ണ അലവി മൗലവിയും ഹാജരായി. അദ്ദേഹം പണ്ഡിതനാണ്, പ്രഗത്ഭനാണ്, നല്ല വാഗ്മിയാണ് എടവണ്ണ അലവി മൗലവി. രണ്ടുപേരും വാദമുന്നയിച്ചു, മറുവാദമുന്നയിച്ചു. അങ്ങനെ എടവണ്ണ അലവി മൗലവി മാല വരികളെ എടുത്തുദ്ധരിച്ചുകൊണ്ട് അതിനകത്തുള്ള അബദ്ധങ്ങളും തെറ്റുകുറ്റങ്ങളും എടുത്തു പറഞ്ഞപ്പോൾ പണ്ഡിത ശ്രേഷ്ഠരായ പതി അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പ്രമാണങ്ങൾ വെച്ച് വിശുദ്ധ ഖുർആനിലെ സൂക്തങ്ങൾ, ആയത്തുകൾ ഓരോന്നായി ഉദ്ധരിച്ചുകൊണ്ട്, സ്വഹീഹായ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് അതിന് മറുപടി പറഞ്ഞു, വിശദീകരണം പറഞ്ഞു. പതി ഉസ്താദിന്റെ വിശദീകരണം കേട്ട എടവണ്ണ അലവി മൗലവി പറഞ്ഞു, മുസ്ലിയാർ പറയും പോലെയാണ് മുഹിയുദ്ദീൻ മാലയുടെ അർത്ഥമെങ്കിൽ, മുസ്ലിയാർ വ്യാഖ്യാനിച്ചതുപോലെയാണ് മുഹിയുദ്ദീൻ മാലയുടെ വ്യാഖ്യാനമെങ്കിൽ ഞങ്ങൾക്കതിൽ എതിർപ്പില്ല, ഞങ്ങൾക്കതിലൊന്നും പറയാനില്ല, ഞങ്ങളതിൽ വിമർശിക്കുന്ന പ്രശ്നമില്ല എന്ന് വിമർശകരുടെ പക്ഷത്ത് വന്ന പണ്ഡിതനായ എടവണ്ണ അലവി മൗലവി തുറന്ന് സമ്മതിച്ചു. അതുകൊണ്ട് തന്നെ മർക്കടമുഷ്ടിയില്ലാത്ത, അന്ധമായ വിരോധമില്ലാത്ത, ചെവിയിലും കണ്ണിലും അല്ലാഹു അടപ്പ് മൂടി വെക്കപ്പെട്ടിട്ടില്ലാത്ത നിഷ്പക്ഷമതികളായ സത്യാന്വേഷികളായ എല്ലാ മുസ്ലിമീങ്ങൾക്കും ഖുർആനും ഹദീസും വെച്ച് ഇതിന്റെ വ്യാഖ്യാനം പറഞ്ഞു തന്നാൽ, വിശദീകരിച്ചു തന്നാൽ കൃത്യമായി സത്യം ബോധ്യപ്പെടും. പ്രിയമുള്ള സഹോദരന്മാരെ, മുഹിയുദ്ദീൻ മാല മാത്രല്ല, ഖുർആനും ഹദീസും തന്നെ തെറ്റായി വ്യാഖ്യാനിച്ചാൽ, റോങ്ങായി വിശദീകരിച്ചാൽ, അതിന്റെ ആശയത്തിൽ നിന്ന് തെറ്റിച്ച് അതിനെക്കുറിച്ച് സംസാരിച്ചാൽ, മുഹിയുദ്ദീൻ മാല മാത്രമല്ല, പരിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും മാറ്റിവെക്കേണ്ടി വരും, വലിച്ചെറിയേണ്ടി വരും. തെറ്റായ വിധത്തിൽ വ്യാഖ്യാനിച്ചാൽ, ഖുർആൻ വ്യാഖ്യാനിച്ചാൽ, സ്വഹീഹായ ഹദീസുകൾ വ്യാഖ്യാനിച്ചാൽ, ഖുർആനും ഹദീസും തന്നെ മാറ്റിവെക്കേണ്ടി വരും. തെറ്റായി വ്യാഖ്യാനിക്കണ്ട, ബാഹ്യാർത്ഥം വെച്ചാൽ മതി, തെറ്റിപ്പോകും. പരിശുദ്ധ ഖുർആനിന്റെ ഡയറക്റ്റ് വിവർത്തനം, നേർക്ക് നേരെയുള്ള പരിഭാഷ മാത്രം മനസ്സിലാക്കിയാൽ തന്നെ തെറ്റിപ്പോകും. നമ്മുടെ കേരള സംസ്ഥാനത്തിലുള്ള പല യുക്തിവാദികളും തുറന്നു പറയുന്നു, ഞങ്ങൾ മുർത്തദ്ദുകളാകാനുണ്ടായ കാരണം, ഇസ്ലാമിൽ നിന്ന് രാജിവെക്കാൻ കാരണമായത് ഞങ്ങളുടെ ഖുർആൻ വായനയാണ്. യൂട്യൂബിൽ നോക്ക്, ഇസ്ലാമിൽ നിന്ന് പുറത്തു ചാടിയ എക്സ് മുസ്ലിങ്ങൾ പറയുന്നു, ഞങ്ങൾ ഇസ്ലാം വലിച്ചെറിയാനുണ്ടായ കാരണം ഞങ്ങൾ ഖുർആൻ വായിച്ചതാണെന്ന്, ഹദീസ് വായിച്ചതാണെന്ന്. എന്തേ പറ്റിയ കുഴപ്പം? തെറ്റായ ആശയം ഗ്രഹിച്ചു, ഇതാണ് പറ്റിയത്. ഖുർആനിൽ എത്ര ആയത്തുണ്ട്? ഞാൻ എല്ലാം കൂടി പറയുന്നില്ല, ഉദാഹരണത്തിന് 1-2 ആയത്ത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താണ്. അർ-റഹ്മാനു അലൽ അർശിസ്തവാ, സൂറത്ത് തോഹയിലെ ഒരായത്താണത്. അർ-റഹ്മാനു അലൽ അർശിസ്തവാ, എന്താണ് ആ വിശുദ്ധ ആയത്തിന്റെ നേരെ മലയാള വിവർത്തനം? എന്താ? പരമകാരുണികനായ ദൈവം സിംഹാസനത്തിൽ ഉപവിഷ്ടനായി, റഹ്മാനായ അല്ലാഹു സിംഹാസനത്തിൽ ആസനസ്ഥനായി വന്ന് കുത്തിയിരുന്നു. ഇതാണ് അതിന്റെ നേരർത്ഥം. മലയാളത്തിലേക്ക് ഭാഷാന്തരം ചെയ്താൽ റഹ്മാനായ റബ്ബ് അർശിൽ വന്നിരുന്നു എന്നാണ് ആശയം. ഇങ്ങനെ ഒരു രാജാവ് തന്റെ സിംഹാസനത്തിൽ ആസനസ്ഥനാകുന്നത് പോലെ, വന്നിരിക്കുന്നത് പോലെ
റഹ്മാനായ അല്ലാഹു ഒരു സിംഹാസനത്തിൽ ഇരുന്നു എന്ന് വ്യാഖ്യാനിച്ചാൽ സ്ഥലകാലങ്ങൾക്കതീതനായ സ്ഥൂല ശരീരമില്ലാത്ത അല്ലാഹുവിനെ ഒരു രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ ഇരുന്നു എന്ന് സങ്കൽപ്പിച്ചാൽ, അങ്ങനെ വിശദീകരിച്ചാൽ അത് കടുത്ത അപരാധമായി പോകും, വലിയ തെറ്റായി പോകും. അങ്ങനെ വിശ്വസിച്ചാൽ ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ കാരണമായേക്കാം. ഒരു രാജാവ് സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ അള്ളാഹ് സിംഹാസനത്തിൽ വന്ന് കുത്തിയിരുന്നു എന്ന് മനസ്സിൽ സങ്കല്പിച്ചാൽ വിശ്വാസം പോലും ഡാമേജ് ആകും. വേറൊരായത്ത്, അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, സൂറത്തുൻ നൂറിന്റെ വലിയ ഒരു ആയത്തിന്റെ തുടക്കമാണത്. എന്താ അതിന്റെ മലയാള നേരെ വിവർത്തനം എന്താ? അല്ലാഹു ആകാശഭൂമികളുടെ പ്രകാശമാകുന്നു. ഖുർആനാണിത്. അല്ലാഹു നൂറുസ് സമാവാതി വൽ അർദ്, നേരെ മലയാള ബാഹ്യാർത്ഥം എന്താ? അല്ലാഹു ആകാശഭൂമികളുടെ പ്രകാശമാകുന്നു. ആകാശഭൂമികൾക്ക് പ്രകാശം എന്താണ്? ഏതാണ് ആകാശഭൂമികളുടെ പ്രകാശം? സൺലൈറ്റ്, സൂര്യപ്രകാശം അല്ലെ? ഭൂമിയിലെ വെളിച്ചം സൂര്യന്റെ വെളിച്ചം, ആകാശമണ്ഡലങ്ങളിലെ വെളിച്ചം സൂര്യന്റെ പ്രകാശം. അപ്പൊ അല്ലാഹ് എന്ന് പറഞ്ഞാൽ സൂര്യനും സൂര്യപ്രകാശവുമാണെന്ന് ബാഹ്യാർത്ഥം പറഞ്ഞത് വിശ്വസിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ വേറെ ഒരു കാര്യവും വേണ്ട. അത് മതി ഇസ്ലാം എന്ന് പുറത്തു പോകാൻ. എന്നാ നേരെ ഈ വാക്കിന്റെ അർത്ഥം അതല്ലേ? വാക്യത്തിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ സൂക്തങ്ങൾക്ക് ഭാഷ മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് തോന്നിയതുപോലെ അർത്ഥം പറയാവതല്ല, ആശയം പറയാൻ പാടില്ല. ആരുടെ മേലിലാണോ ഖുർആൻ ഇറക്കപ്പെട്ടത്, അതേ അഷ്റഫുൽ ഖൽഖ് തിരു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിവരണ പ്രകാരം, അതിനുശേഷം അവിടത്തെ ഖലീഫമാരുടെ വിവരണത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഖുർആൻ മനസ്സിലാക്കാൻ പറ്റൂ, മനസ്സിലാക്കാൻ പാടുള്ളൂ. നേരർത്ഥം വെച്ചാ വഴി തെറ്റും. ഇത് ഖുർആൻ മാത്രല്ല, സ്വഹീഹായ ഹദീസുകളുടെ അവസ്ഥയും ഇതുതന്നെ. സ്വഹീഹുൽ ബുഖാരിയുടെ ഒരു ഹദീസ് സാമ്പിളിന് വേണ്ടി നിങ്ങളുടെ മുന്നിൽ വെക്കാം. മുത്ത് റസൂൽ പറയുന്നു, ഇമാം ബുഖാരി സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഖലഖല്ലാഹു ആദമ അലാ സൂറത്തിഹി. മുസ്ലിം ലോകത്താർക്കും തള്ളാൻ പറ്റുന്ന ഹദീസ് അല്ലത്, സ്വഹീഹുൽ ബുഖാരിയുടെ റിപ്പോർട്ടാണ്. എന്താ റസൂല് പറഞ്ഞത്? ഖലഖല്ലാഹു ആദമ, അല്ലാഹു മനുഷ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാമിനെ പടച്ചു. എങ്ങനെ പടച്ചു? അലാ സൂറത്തിഹി, അല്ലാഹുവിന്റെ രൂപത്തിൽ പടച്ചു. അല്ലാഹ് ആദം നബിയെ പടച്ചപ്പോ എന്താ അല്ലാഹ് കൊടുത്ത രൂപം? അല്ലാഹന്റെ രൂപം. ഈ ഹദീസിന്റെ ബാഹ്യാർത്ഥം സങ്കൽപ്പിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ രൂപം മനുഷ്യരൂപമാണ്, കയ്യും കാലും തലയുമുള്ള രൂപമാണെന്ന് വ്യാഖ്യാനിച്ചാൽ ആ നിമിഷം ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. അതിൽ വിശ്വസിച്ചാൽ. ഞാൻ ഈ ഉദാഹരണങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെച്ചത് എന്തിനാ? ശരിയല്ലാത്ത വ്യാഖ്യാനം മുഹിയുദ്ദീൻ മാലക്ക് നൽകുന്നവരുണ്ടിവിടെ, ഖുർആനിനും ഹദീസിനും നൽകുന്നവരുണ്ടിവിടെ. യഥാർത്ഥ വ്യാഖ്യാനം നാം ഗ്രഹിച്ചാൽ ഖുർആൻ കൃത്യമാണ്, തിരുസുന്നത്ത് കൃത്യമാണ്. ഉഴപ്പിയിട്ട് വ്യാഖ്യാനിച്ചാലോ, വക്രമായി വ്യാഖ്യാനിച്ചാലോ ഖുർആന്റെ കാര്യം പോക്കാണ്, ഹദീസിന്റെ കാര്യം പോക്കാണ്. എന്നിട്ടല്ലേ മുഹിയുദ്ദീൻ മാല? ഇവിടെ നടക്കുന്നത് അതാണ്, ദുർവ്യാഖ്യാനം. മുഹിയുദ്ദീൻ മാലയുടെ കാര്യത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ തന്നെ വ്യാപകമായ ദുർവ്യാഖ്യാനങ്ങൾ അരങ്ങേറുകയാണ്. ഈ പണി ഇസ്ലാമിന്റെ ശത്രുക്കൾ മാലയുടെ കാര്യത്തിൽ നടത്തുന്നില്ല, പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും നടത്തുന്നുണ്ട്. ഇസ്ലാമിനെ തെറി പറയുന്നവൻ ഖുർആൻ ഉദ്ധരിച്ചാണ് തെറി പറയുന്നത്, ഹദീസ് ഉദ്ധരിച്ചാണ് തെറി പറയുന്നത്. ആത്മീയതയെ തെറി പറയുന്നവൻ മുഹിയുദ്ദീൻ മാല ഉദ്ധരിച്ചാണ് തെറി പറയുന്നത്. ഒന്ന് ഫുൾ യുക്തിവാദം, മറ്റേത് അർദ്ധയുക്തിവാദം. ഇത്രേ മാറ്റുള്ളൂ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, മഹാനരായ ഖാളി മുഹമ്മദ് എന്ന
മാലരചയിതാവ് പറയുന്നു, ഞാൻ ഈ മാലയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഇതിവൃത്തം ഉള്ളടക്കം എനിക്ക് തോന്നിയത് പാടിയതല്ല, വായിക്ക് തോന്നിയത് കോതക്ക് പാട്ട് എന്ന് പറഞ്ഞതുപോലെ എനിക്ക് തോന്നിയത് പാടിവിട്ടതല്ല, എവിടെയൊക്കെയോ കേട്ടത് വെച്ച് പാടിയതല്ല, കൃത്യമായ എവിഡൻസോടുകൂടെ സ്പഷ്ടമായ അവലംബങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഞാനിത് പാടുന്നത്, പറയുന്നത്. അവർ ചൊന്ന ബൈത്തീന്നും ബഹ്ജാ കിതാബീന്നും അങ്ങിനെ തക്മീല തന്നീന്നും കണ്ടോവർ, പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നൻ ഭാഗ്യം ഉള്ളോവർ ഇതിനെ പാടിച്ചോവർ. കാളി മുഹമ്മദ് എന്നവർ പറയുന്നു, ഞാൻ എനിക്ക് തോന്നിയത് തട്ടിവിട്ടതല്ല മാല. പിന്നെയോ അവർ ചൊന്ന ബൈത്തീന്നും ബഹ്ജാ കിതാബീന്നും അങ്ങിനെ തക്മീല തന്നീന്നും കണ്ടോവർ. അവർ ചൊന്ന ബൈത്ത് മഹാനായ ശൈഖ് ജീലാനി റഹിമഹുല്ല ആലപിച്ച ബൈത്തുകൾ. ഏതാണ് ആ ബൈത്ത്? എല്ലാം ഈ വിനീതൻ കണ്ടിട്ടില്ല. ചില ബൈത്തുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ചില ബൈത്തുകൾ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടില്ല. കാരണം അത് തൗഹീദിന്റെ തങ്കമണികൾ കൊണ്ട് കോർത്തിണക്കിയ തൗഹീദ് മാലയാണ്. ഗൗസുൽ തങ്ങളെ പാട്ട് എന്ന് പറഞ്ഞാല് പെണ്ണിനെ വർണ്ണിച്ച പാട്ടല്ല, സ്വർഗത്തെ വർണ്ണിച്ച പാട്ടുമല്ല, ദുന്യാവിനെ വർണ്ണിച്ച പാട്ടുമല്ല. പിന്നെ ഏത് പാട്ടാണ്? തൗഹീദിന്റെ എസൻസാണ്, തൗഹീദിന്റെ കാതലാണ്, അള്ളാഹുവിനോടും തിരുഹബീബിനോടുമുള്ള ഹുബ്ബിന്റെ വരികളാണ്, സ്നേഹത്തിന്റെ ഈരടികളാണ്. അങ്ങനത്തെ തൗഹീദ് മാലയാണ് ഗൗസുൽ ആലം തങ്ങൾ ആലപിച്ച ബൈത്തുകൾ. ആ ബൈത്തിൽപ്പെട്ട ഒരു ബൈത്താണ് ഞാൻ തുടക്കത്തിൽ ഇവിടെ ഉദ്ധരിച്ചത്. ഇൻ അബ്തഅത് ഗാറത്തുൽ അർഹാമി വബ്തഅദത് അന്നാ ഫഅസ്റഉ ശൈഇൻ ഗാറത്തുല്ലാഹി. അല്ലയോ മുസ്ലിമേ, നിന്നെ സഹായിക്കാൻ നിന്റെ തന്ത വരൂല, തള്ള വരൂല, കൂടപ്പറപ്പുകൾ വരൂല, രക്തബന്ധുക്കൾ വരൂല, അവർക്കൊന്നും നിന്നെ സഹായിക്കാനാവില്ല കേട്ടോ. അത്തരം സഹായങ്ങളിൽ നിന്നുള്ള നിന്റെ പ്രതീക്ഷ മുറിഞ്ഞ് അകന്ന് ദൂരേക്ക് പോയാൽ, എന്ന് വെച്ചാൽ നിന്റെ വാപ്പച്ചി നോക്കും, നിന്റെ കൂടപ്പറപ്പ് നോക്കും, നിന്റെ കച്ചവടം നോക്കും, നിന്റെ കൂട്ടുകാരെന്നെ സംരക്ഷിക്കും എന്ന ധാരണ നിനക്കുണ്ടോ? നീ മുശ്രിക്കാൻ. അള്ളാഹുവിൽ നിനക്ക് വിശ്വാസം ക്ലിയർ ആയിട്ടില്ല. പടച്ചോനാ നിന്നെ പോറ്റുന്നത്, അങ്ങോട്ട് നീ എത്തണം. ഈ വക ബന്ധങ്ങളും ബന്ധനങ്ങളും ഭൗതികമായ അസ്ബാബുകൾ അതൊക്കെ നീ ഡിസ്കണക്ട് ആക്കി, അതൊക്കെ മുറിഞ്ഞ് ദൂരേക്ക് പോയാൽ ഫഅസ്റഉ ശൈഇൻ ഗാറത്തുല്ലാഹ്, അപ്പോൾ നിനക്ക് പടച്ചവന്റെ സഹായം നിന്നിലേക്ക് ഓടി വരുന്നതു കാണാം. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, യാ ഗാറത്തല്ലാഹി സിസ്സൈറ മുസ്രിഅതൻ ഫീ ഹല്ലി ഉഖദതിനാ യാ ഗാറത്തല്ലാഹി. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ പ്രഖ്യാപിച്ചോളൂ, അല്ലാഹുവിന്റെ സഹായമേ, അല്ലാഹുവിന്റെ ഇടപെടലേ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള ഹെൽപ്പേ പെട്ടെന്ന് എന്നിലേക്ക് വരണം. എന്നെ ഒരു പടപ്പും സഹായിക്കില്ല, ഒരു മനുഷ്യനും എന്റെ കാര്യത്തിൽ ഇടപെടാനില്ല, ഉണ്ടെന്ന ധാരണ പൊട്ടത്തരമാണ്. എനിക്ക് വേണ്ടത് റബ്ബേ നിന്റെ സഹായമാണ്, അത് പെട്ടെന്ന് എന്നിലേക്ക് വരട്ടെ. ഇതാണ് ഗൗസുൽ ആലം തങ്ങളെ വരികള്. ഇതാണ് തൗഹീദ് മാല. ഈ തൗഹീദ് മാലയിൽ നിന്ന് ഞാൻ എടുത്തു കവി പറയാൻ. പിന്നെയോ ബഹ്ജത്തുൽ അസ്റാർ എന്ന് പേരുള്ള ഔലിയാക്കളെ ചരിത്രം പറയുന്ന മറ്റൊരു കിതാബ് അതിൽ നിന്നും എടുത്തു. മൂന്നാമത്തെ അവലംബം തക്മില എന്നു പേരുള്ള മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളുടെ ക്ലാസുകൾ ക്രോഡീകരിച്ച, ആത്മീയ സദസ്സുകൾ ക്രോഡീകരിച്ച കിതാബാണ് തക്മില. അതവിടത്തെ മക്കൾ ക്രോഡീകരിച്ചതാണ് ആ ഗ്രന്ഥത്തിൽ നിന്നും. അപ്പോൾ അവിടെ ആലപിച്ച തൗഹീദ് മാലയിൽ നിന്ന്
ഔലിയാക്കളെ ചരിത്രം പറയുന്ന ബഹ്ജ കിതാബിൽ നിന്ന്, ജീലാനി തങ്ങളുടെ കിതാബായ തെക്മില എന്ന കിതാബിൽ നിന്ന് ഞാൻ എടുത്ത ആശയങ്ങളാണ് മുഹിയുദ്ദീൻ മാല. തോന്നിയത് പറഞ്ഞതല്ല. ഈ 3 അവലംബങ്ങളിൽ നിന്നാണ് ഞാൻ എടുത്തു പറയുന്നത്. അതെങ്ങനെ പറയുന്നത്? പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നൻ ഭാഗ്യം ഉള്ളോവർ ഇതിനെ പാടിച്ചോവർ. പാലിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുക്കും പ്രകാരം പരിശുദ്ധമായ പാലുപോലത്തെ കിതാബുകളിൽ നിന്ന് ഞാൻ വെണ്ണ പോലെ കടഞ്ഞെടുത്ത ആശയമാണ് മുഹിയുദ്ദീൻ മാലയിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. പക്ഷെ ഞാനിത് പറയുമ്പോ, കവി തന്നെ പറയാൻ, ഞാനിത് പറയുമ്പോ ഭാഗ്യമുള്ളോവർ ഇതിനെ പാടിച്ചോവർ. എല്ലാവർക്കും ഇത് പഠിക്കാൻ പറ്റൂല, എല്ലാവർക്കും ഇത് അറിയാൻ പറ്റൂല. ഭാഗ്യമുള്ളോവർ അവർക്കേ പഠിക്കാൻ പറ്റുള്ളൂ. ഭാഗ്യമുണ്ടോ അവർക്ക് പഠിക്കാം, നിർഭാഗ്യവാന്മാർക്ക് പഠിക്കാൻ പറ്റൂല. ഓഹോ, അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ ഉണ്ട്. അത് ഖുർആനും അങ്ങനെയാണ്, ഹദീസും അങ്ങനെയാണ്. ഖുർആന് ഭാഗ്യമുള്ളവർക്കേ തിരിയൂ കൂട്ടരേ. ഖുർആനിന്റെ അന്തസ്സ, അല്ലാഹു പ്രത്യേക സൗഭാഗ്യം കനിഞ്ഞരുളിയവർക്ക് മാത്രമേ ഖുർആനിന്റെ അന്തസത്ത തിരിയൂ, തിരുഹദീസിന്റെ ഉൾസാരം തിരിയൂ. നിർഭാഗ്യവാന്മാർക്ക് തിരിയൂല. ചേകന്നൂർ മൗലവി ഖുർആൻ കലക്കി കുടിച്ചില്ലേ? നല്ല പണ്ഡിതനാ. എ ജബ്ബാർ മാഷ് ഖുർആൻ നന്നായിട്ട് അരച്ചു കുടിച്ചു. എനിക്ക് തോന്നുന്നു ഒരു മതപണ്ഡിതൻ പഠിച്ചതിനേക്കാൾ ജബ്ബാർ മാഷ് പഠിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ ബോധ്യം. കാരണം യുക്തിവാദി നേതാവ് ജബ്ബാറിന്റെ ഖുർആൻ ക്ലാസ് കേട്ടു നോക്കുമ്പോ നമ്മളൊന്നും കാണാത്ത തഫ്സീർ അങ്ങേര് പരതിയിട്ടുണ്ട്. ഞാൻ എന്റെ കണ്ണുണ്ടായിട്ട് കാണാത്ത ഇത്ഖാന് പോലത്തെ, ഞാൻ നോക്കിയിട്ടില്ല, ഇത്ഖാന് പോലത്തെ തഫ്സീർ കിതാബുകൾ ഇച്ചങ്ങാതി വായിച്ചിട്ടുണ്ട്. ഇങ്ങനെ വ്യാഖ്യാനങ്ങൾ സഹിതം വായിച്ചിട്ടും എന്തേ ജബ്ബാർ ഇസ്ലാം വലിച്ചെറിയാൻ കാരണം? എന്തേ കാരണം? ഭാഗ്യല്ല. ഖുർആൻ വായിച്ചു, ഒരു മൊയ്ലേര് വായിച്ചതിനേക്കാൾ വായിച്ചു നോക്കി, ഭാഗ്യം അള്ളാഹ് കൊടുത്തില്ല. അള്ളാന്റെ റസൂല് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഖുർആൻ വെളിച്ചമാണെന്ന് പറഞ്ഞ ഖുർആനെ കുറിച്ച്, ഈ ഖുർആൻ പലർക്കും ഇരുട്ടുമാകും, ഈ ഖുർആൻ കൊണ്ട് പലരും നരകത്തിലേക്കും പോകും. ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമ, പരിശുദ്ധ ഖുർആൻ കൊണ്ട് അല്ലാഹു ചിലരെ ഉയർത്തുകയും നന്നാക്കുകയും ചെയ്യുമ്പോൾ വയളഉ ബിഹി ആഖരീൻ, വേറെ ഒരു കൂട്ടരെ അല്ലാഹു ഖുർആൻ കൊണ്ട് തന്നെ അധമരാക്കി മാറ്റും, തകർത്തു കളയും. മുഹമ്മദ് മുസ്തഫ സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഖുർആനും ഹദീസും വായിച്ചാല് എല്ലാവർക്കും ഹിദായത്തും തൗഫീഖും വിജയൊന്നും കിട്ടൂല, ഭാഗ്യമുള്ളവർക്കേ കിട്ടുള്ളൂ. മുഹിയുദ്ദീൻ മാലയുടെ കഥ അങ്ങനെ തന്നെയാണ്. ഈ പരിശുദ്ധമായ പാലുപോലത്തെ അവലംബങ്ങളിൽ നിന്ന് വെണ്ണ കടഞ്ഞെടുക്കുന്നത് പോലെ ആശയങ്ങൾ കടഞ്ഞെടുത്ത് ഞാനിതാ ആലപിക്കുന്നു. പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നൻ ഭാഗ്യം ഉള്ളോവർ ഇതിനെ പാടിച്ചോവർ. ഭാഗ്യമുള്ളവർക്ക് പഠിക്കാൻ പറ്റും. അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. നിർഭാഗ്യവാന്മാർ എന്താ മാമിയും പറയാനൊക്കെ മടി? മുഹീദ്ദീൻ മാലൊക്കെ പഠിക്കണോ? ഖുർആൻ പഠിച്ചാൽ പോരെ? ഖുർആന്റെ സാരാംശമാണ് കൂട്ടരെ ഈ മുഹീദ്ദീൻ മാല. മലയാളത്തിന്റെ ശൈലിയിൽ കവിതാരൂപത്തിൽ ഖുർആനിന്റെ സാരാംശം അവതരിപ്പിച്ചതാണ് അത്. അതുകൊണ്ട് ആമീൻ പറയാൻ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് പറഞ്ഞോ. ഭാഗ്യം ഉണ്ടായാലും ഞാൻ ഈ പറയുന്നതൊക്കെ മനസ്സിലാവും. നിർഭാഗ്യമാണോ മനസ്സിലാവൂല. അപ്പൊ നമ്മളിത് പ്രമാണം വെച്ച്, ഖുർആന് വെച്ച്, ഹദീസ് വെച്ച് നമ്മൾ പറഞ്ഞപ്പോ ചിലർക്ക് മനസ്സിലായത് തല തിരിഞ്ഞാ മനസ്സിലായത്. ഞാൻ പറഞ്ഞു മാല ഖുർആനികാണ്, ഖുർആന്റെ ഉൾസാരം ഇതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ആഹാ ഖുർആനികാണ് മാലെങ്കിൽ എന്നാ നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് പകരം അല്ലാഹു അക്ബർ വജ്ജത്ത് കഴിഞ്ഞാൽ അല്ലാ തിരി പേരും സ്തുതിയും സലാവ അങ്ങനെ പാടിയാ പോരെ? മരിച്ച വീട്ടിൽ ആ ഖുർആൻ ഓതണീന് പകരം ആ പാട്ട് പാടിയാ പോരെ? നമ്മളങ്ങനെ പറഞ്ഞിട്ടില്ല. തല തിരിഞ്ഞും മനസ്സിലായത് എന്താ ഇപ്പൊ ചെയ്യാ? തല തിരിഞ്ഞു മനസ്സിലായത് നിർഭാഗ്യം കൊണ്ട് മനസ്സിലായതാണ്. നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ, തലയിരിഞ്ഞ് മനസ്സിലായതാണ്.
അപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ മാല ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ വിശദീകരിക്കും. നിങ്ങൾ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങരുത്. നിങ്ങൾക്ക് എന്തിൽ സന്ദേഹം ഉണ്ടെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും റൂമിൽ വരാൻ ഒഴിവില്ലെങ്കിൽ വഴിയിൽ തടഞ്ഞിട്ടായാലും ചോദിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഒരു കുഞ്ഞും ചോദിച്ചില്ല. ഒരാൾ വാട്സാപ്പിൽ ഒരു ചോദ്യം വിട്ടു. അതെന്താ അറിയോ? ഞാൻ പറഞ്ഞു മുഹീദ്ദീൻ മാലയുടെ ആ അർത്ഥം പറഞ്ഞെടുത്ത് ഞാൻ പറഞ്ഞു, സ്വർഗീയ സുന്ദരിയായ നഫ്സ് മുത്തുമഇന്നയെ കെട്ടണമെങ്കിൽ മുഹീദ്ദീൻ മാല മഹർ കൊടുക്കണം എന്ന് പറഞ്ഞു. അതെങ്ങനെ പറഞ്ഞത്? മുഹീദ്ദീൻ മാലയുടെ പേര് പറഞ്ഞിട്ട് മുഹിയുദ്ദീൻ മാല എന്ന് പറഞ്ഞാൽ ആ പേരിന്റെ മീനിങ് എന്താ? ദീനിനെ ജീവിപ്പിക്കുന്ന മാല, ദീനിനെ ജീവിപ്പിക്കുക എന്ന മാല. ആ മാല കയ്യിലില്ലാത്തവന് ഒരു ഹൂറിയെയും കെട്ടാൻ പറ്റൂല. ഞാൻ ഇപ്പോഴും പറയാണ്, ദീനിനെ കൊന്ന ആൾക്ക് എങ്ങനെ ഹൂറികളെ കിട്ടുക? എങ്ങനെ സ്വർഗം കിട്ടുക? ഞാൻ എന്നിലുള്ള ദീനിനെ കൊന്നാൽ എനിക്ക് സ്വർഗം കിട്ടുമോ? എനിക്ക് ഹൂറികളെ കിട്ടുമോ? ഇല്ല. ഞാൻ മുഹിയുദ്ദീനാക്കണം, ജീവിപ്പിക്കണം. അത് മാല എന്നൊക്കെ പറയുന്ന ഒരു സാങ്കല്പിക, അല്ലെങ്കിൽ അവിടെ മശറിയിൽ ഒരു നിക്കാഹും ഒരു മുഹിയുദ്ദീൻ മാല കൊടുക്കലും അതൊന്നും ഉണ്ടാവില്ല. അതൊക്കെ ആലങ്കാരിക പ്രയോഗ കൂട്ടരെ. ഭാഷയിൽ സാഹിത്യല്ലേ മുഹിയുദ്ദീൻ മാല മഹർ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ കോപ്പി കൊടുക്കണം എന്നൊക്കെയാണ് തെറ്റിദ്ധരിച്ചാല്. ഇത് സാഹിത്യം എന്താണെന്നറിയില്ല, അലങ്കാര ശാസ്ത്രം എന്താണെന്നറിയില്ല, ഉപമ എന്താണെന്നറിയില്ല. നിങ്ങൾ ജുമ കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് അപ്പൊ നമ്മുടെ ഇളയ കൊച്ചല്ലെങ്കിൽ മകന്റെ കൊച്ച്, മകളെ കൊച്ച് പിച്ച വെച്ച് ഇങ്ങനെ വന്നപ്പോ വാപ്പച്ചി അതിനെടുത്തിട്ട് പറഞ്ഞു, പൊന്നാങ്കട്ടെ. വാപ്പച്ചിന്റെ പൊന്നാങ്കട്ടെ, എന്റെ നാട്ടിലൊക്കെ മാണിക്കല്ലേ എന്നാ പറയാ, ഇവിടെ പൊന്നാങ്കട്ടെ എന്നാ പറയല്. വാപ്പച്ചിന്റെ പൊന്നാങ്കട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് മാറോട് ചേർത്തു. അപ്പൊ കെട്ടിയോളോട് വന്ന് പറയാ, മനുഷ്യ ഈ ജുമ നിസ്കരിച്ചു വന്ന് ഈ പച്ച നുണ പറയണ എന്തിനാ? അതെന്താടി ഞാൻ പച്ച നുണ പറഞ്ഞത്? അത് മജ്ജയും മാംസവും മസ്തിയും ചർമ്മവുമുള്ള ഒരു മനുഷ്യ ശരീര കുഞ്ഞല്ലേ? അതിനെ പൊന്നാങ്കട്ട എന്ന് വിളിക്കുന്നത് കളവല്ലേ, ശുദ്ധ കളവല്ലേ? എന്ന് വെച്ചാൽ 1 ഗ്രാമിന് 6000 രൂപ വിലയുള്ള പൊന്നാണോ ഈ കുഞ്ഞ് എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ബോധം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യാ? ഇപ്പഹയച്ചിക്ക് വെളിവില്ല എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങളെ പണിക്ക് പോകൂലേ? ഇല്ലേ? അത് വിശദീകരിക്കാൻ നിൽക്കോ? പിന്നെ ഇതേപോലെയാണ് അവസ്ഥ. നമ്മൾ ആർക്കും വേണ്ടി അത്തരം തിരിഞ്ഞ ബുദ്ധിക്കാർക്ക് വേണ്ടി ഇവിടെ വിശദീകരിക്കണില്ല. നിങ്ങൾക്ക് സത്യാന്വേഷികൾക്ക് വേണ്ടി നമ്മൾ ഇത് വിശദീകരിക്കുക, അത്ര ഇവിടെ ചെയ്യുന്നുള്ളൂ. ആരോടും ദേഷ്യമില്ല. ഇനിയിപ്പോ ഇതിനെ എതിർക്കുന്നവരോട് നമുക്ക് വ്യക്തിപരമായിട്ട് വല്ല ദേഷ്യം ഒന്നുമില്ല. എതിർക്കുന്ന ടീം തന്നെ ചിലര് എന്നോട് വന്ന് സലാം പറയുന്നുണ്ട്, ഞാൻ സലാം മടക്കുന്നുണ്ട്. സത്യം പറയാം, എനിക്ക് അങ്ങനത്തെ ഒരു അന്ധമായ വിരോധമൊന്നുമില്ല. സൗഹൃദം പങ്കുവെക്കാൻ വരുന്നുണ്ട്, അവരോട് സൗഹൃദം സ്ഥാപിക്കുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. നമ്മുടെ പൂർവികർ നമുക്ക് കാണിച്ച വിശുദ്ധ ദീനിന്റെ മനോഹരമായ വഴി, അതിൽ മുള്ളാൻ വന്നാല്, മൂത്രമൊഴിക്കാൻ വന്നാല് ആ മൂത്രം ഞങ്ങൾ കഴുകിക്കളയുമല്ലോ. അതിന് നിങ്ങൾ ആരും ഒന്നും വിചാരിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് ധൈര്യത്തോടെ, സന്തോഷത്തോടെ, ഭക്തിയോടെ നമുക്ക് പാടാം മുഹിയുദ്ദീൻ മാല. വെറും പാട്ടല്ല, പാട്ടിന്റെ പിന്നാലെ തന്നെ ആയത്ത് വരികയാണ്. ആ ആയത്തിന്റെ പിറകെ തന്നെ സ്വഹീഹായ ഹദീസ് വരികയാണ്. ഇത് ഖുർആൻ ക്ലാസ് തന്നെയാണ് കേട്ടോ. ഇത് കേവലം മുഹിയുദ്ദീൻ മാലയുടെ ക്ലാസ് ആയിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇത് ഖുർആനിന്റെയും ഹദീസിന്റെയും ക്ലാസ് ആണ്. അതുകൊണ്ട് ആരോപിക്കപ്പെടുന്ന ഏതാനും ചില വരികൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പറഞ്ഞു തുടങ്ങാം. ആരോപണ വിധേയമായ മുഹിയുദ്ദീൻ മാലയിലെ ചില വരികൾ. ബാവാമുദുവിന്ന് കുത്തുബായി വന്നോവർ, വാനം മാതേളിലും കേളി നിറഞ്ഞോവർ. എന്താ ഇത് പറഞ്ഞത്? അതിന്റെ അർത്ഥം പറഞ്ഞാൽ അതൊരു 1.5 തള്ളാണല്ലോ. എന്താ അതിന്റെ അർത്ഥം? ബാവാ മുദുവിന്ന് കുത്തുബായി വന്നോവർ. മുഹീദ്ദീൻ ശൈഖ് തങ്ങളെ ഉപ്പാന്റെ മുതുകില് ബീജക്കണമായി നിന്ന കാലം. ഉമ്മാന്റെ അണ്ടവും തമ്മിൽ സംയോജിച്ച് ഭ്രൂണൊന്നും ആയിട്ടില്ല. ഉപ്പായുടെ മുതുകിൽ ബീജക്കണമായ കാലത്ത് കുത്തുബായിരുന്നു. കുത്തുബ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഔലിയാക്കളിലെ ഒരു ഗ്രേഡാണ്. ഇപ്പൊ പോലീസിൽ PC, HC, ASI, SI, CI, DYSP എന്നൊക്കെ പറഞ്ഞ് SP എന്നൊക്കെ പറഞ്ഞ് റേഞ്ച് ഉണ്ടല്ലോ. എന്ന് പറഞ്ഞതുപോലെ ഔലിയാക്കളിൽ അബുദാലുകൾ, ഔതാദുകൾ, നുജബാവുകൾ, ഇങ്ങനെയൊക്കെ വ്യത്യസ്ത റേഞ്ചുകൾ ഉണ്ട്. അതിപ്പോ ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. താല്പര്യമുള്ളവർ സ്പെഷ്യൽ ക്ലാസ്സുകളിൽ പോയി പഠിക്കുക എന്നല്ലാതെ ഇവിടെ അത് പറയാൻ പോകുന്നില്ല. കുത്തുബ് എന്ന് പറഞ്ഞാൽ അതിന് അച്ചുതണ്ടെന്നും പ്രധാന ബിന്ദുവെന്നും മർക്കസ് കേന്ദ്രമെന്നും ഒക്കെ അർത്ഥമുണ്ട്. എന്താവട്ടെ, ഔലിയാക്കളിലെ ഒരു വലിയ പദവിയാണ് കുത്തുബ് എന്ന് പറയുന്ന പദവി. അപ്പൊ പിതാവിന്റെ മുതുകിൽ ബീജക്കണമായി അണുവായി കിടക്കുന്ന കാലത്ത് തന്നെ മുഹീദ്ദീൻ ശൈഖ് വലിയ ഔലിയ പാപ്പയാണ്. തീർന്നില്ല. വാനം മാതേളിലും കേളി നിറഞ്ഞോവാർ,
ബഗ്ദാദിലും ഇറാഖിലും ഇന്ത്യയിലും കേരളത്തിലും പാകിസ്ഥാനിലും മാത്രമല്ല, സപ്തവാനങ്ങൾ 7 ലോകത്തും മുഹിദ്ദീൻ ശൈഖ് തങ്ങൾ ഫേമസ് ആണ്, പ്രസിദ്ധരാണ്. ഇത് തള്ളല്ലെങ്കിൽ പിന്നെ എന്താ തള്ള്? അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് എന്താ? അല്ലാഹു പറഞ്ഞതിനെതിരാണ് ഈ വരി. ജനിക്കണതിന്റെ മുമ്പ് എന്നെ വലിയ ഔലിയ പാപ്പാന്നാ ഈ പറയുന്നത് ഈ പാട്ടില്. അല്ലാഹ് പറഞ്ഞത് മനുഷ്യരെങ്ങനെയാണ് ജനിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, നിങ്ങളെ അല്ലാഹു നിങ്ങളുടെ ഉമ്മമാരുടെ ഉദരങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു, നിങ്ങളെ പ്രസവിപ്പിച്ചു. അല്ലാഹ് പ്രസവിപ്പിക്കണത് ഗൈനക്കോളജിസ്റ്റ് അല്ല. അങ്ങനെയാണ് വിശ്വസിച്ച അപ്പം മുശ്രിക്കായി. ഇന്നിപ്പോ നമ്മളെ ധാരണ അതാ, ഇതൊന്ന് പെറ്റിട്ടണമെങ്കിൽ ഗൈനക്കോളജിന്റെ അടുത്ത് പോകണമെന്നാ. അല്ലാഹ് പറയാണ് ഞാനാണ് പുറത്തു കൊണ്ടുവരുന്നത്. ഈ കുഞ്ഞിനെ ഈ ഗർഭത്തിനകത്ത് അണ്ഡവും ബീജവും സംയോജിച്ച് ഭ്രൂണമായി ഘട്ടം ഘട്ടമായി വളർത്തി ആ കുഞ്ഞിന് വേണ്ട ഫുഡ് കേബിളിട്ട് അള്ള കൊടുത്ത്, അതിനു വേണ്ട വായു അള്ള കൊടുത്തു, മാർദ്ദവമായ ചർമ്മത്തിന് വേണ്ട എയർ കണ്ടീഷൻ സംവിധാനം ഉമ്മാന്റെ ഉദരത്തിൽ ഒരുക്കി. തന്തക്കോ തള്ളക്കോ ഡോക്ടർക്കോ റോൾ ഉണ്ടോ കൂട്ടരെ? ഈ അള്ളാഹ്ക്ക് ഇതിനെ പുറത്തു കൊണ്ടുവരാൻ വല്ല പ്രയാസമുണ്ടോ? നമ്മൾ വിചാരിച്ച് പുറത്തു കൊണ്ടുവരാൻ അള്ളാഹ്ക്ക് പറ്റൂലെന്നാ. അല്ലാഹ് പറയാ, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും. പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നിങ്ങളെ നിങ്ങളുടെ ഉമ്മമാരുടെ ഉദരങ്ങളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ആ സമയത്ത് ലാ തഅലമൂന ശൈആ, നിങ്ങൾ ഒന്നും അറിയാത്തവരാൻ. ഒന്നും അറിയൂല. ഇതിപ്പോ അല്ലാഹ് പറഞ്ഞു തരേണ്ട കാര്യമില്ല, നമുക്കറിയാലോ. നവജാത ശിശുക്കൾക്ക് എന്താ അറിയാ? കണ്ണിറുക്കി കൈക്കാലുകൾ ഇട്ടടിച്ച് കരയാനറിയും, പാലുടിക്കാനറിയും. ഇതിനപ്പുറത്ത് എന്തെങ്കിലും നവജാത ശിശുക്കൾക്ക് അറിയോ? ഇതിപ്പോ നമുക്കറിയാലോ, അല്ലാഹ് ഖുർആനിൽ പറഞ്ഞു തരണ്ടല്ലോ. ഉമ്മമാരുടെ ഉദരങ്ങളിൽ നിന്ന് മനുഷ്യ കുഞ്ഞുങ്ങളെ വെളിയിൽ കൊണ്ടുവന്ന അല്ലാഹ് പറയാണ്, ആ സമയത്ത് ലാ തഅലമൂന ശൈആ, ഒരു ചുക്കും നിങ്ങൾക്കറിയില്ല. അങ്ങനെയാണ് നിങ്ങളൊക്കെ പിറന്നു വീണത്. മാലക്കാരൻ പറയാ, അപ്പൊ തന്നെ വലിയ ഔലിയപ്പാപ്പയായിട്ടാ വന്നത്. ഖുർആൻ എടുക്കണോ മാല എടുക്കണോ? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒറ്റടിക്ക് പറയാ, മാല പീറമാല. ആരോ പറഞ്ഞതുപോലെ അത് തൊടണമെങ്കിൽ ഗ്ലൗസ് ഇട്ട് തൊടണം എന്നാ പറഞ്ഞത്. ഒരു മൗലവി പറഞ്ഞത്, മുഹീദ്ദീൻ മാല തൊടണം എന്നുണ്ടെങ്കിൽ ഗ്ലൗസ് ഇട്ടേ തൊടാൻ പാടുള്ളൂ. അത്ര കച്ചറയാണ്. കാരണം അല്ലാഹ് പറഞ്ഞു, മനുഷ്യര് ഭൂമിയിൽ വരുമ്പോ ഒന്നും അറിയാതെ വരുന്നത്. മാലക്കാരൻ പറയാ, ഒന്നും അറിയില്ല, എല്ലാം അറിയുന്നു മാത്രല്ല കുത്തുബ് വലിയ ഔലിയായിട്ടാ വന്നത്. വാനം മാതേളിയിലും കേളി നിറഞ്ഞോവർ 7 ആകാശ ലോകത്തും പ്രസിദ്ധരാണ്. സത്യത്തിൽ എന്താ ഇവിടെ ഉള്ളതെന്ന് അറിയാം നിങ്ങൾക്ക്? ഖുർആനിൽ ഈ ഒരായത്ത് മാത്രല്ലല്ലോ കൂട്ടരെ. ഇവിടെ യുക്തിവാദികളും സംഘികളും കൃസംഘികളും ഇസ്ലാമിനെ തല്ലുമ്പോ പരിശുദ്ധ ഖുർആന്റെ ആയത്ത് ഉദ്ധരിച്ചാണ് തല്ലുന്നത്. ഏതെങ്കിലും ആയത്തെടുത്ത് തല്ലും, ഏതെങ്കിലും ആയത്തെടുത്ത് തല്ലും. 1-2 ആയത്തല്ല, 6000 ചില്ലറ ആയത്തുണ്ടല്ലോ ഖുർആനിൽ. മഹാന്മാരായ ഇമാമുകളും ജ്ഞാനികളും വലിമാരും എല്ലാ ആയത്തും പഠനം നടത്തിയിട്ടാണ് ഒരു തീരുമാനം പറയാ, ഒരാശയം പറയാ. ഇവരിപ്പോ ചെയ്യുന്ന എന്താ? ഈ ഒരു ആയത്ത് എടുത്തിട്ട് മാലയെ തല്ലാണ്. എന്നാ സത്യത്തിൽ എന്താണ്? ഈ ആയത്ത് ഖുർആനിലുള്ളതാണ്. ഇതാരെ കുറിച്ച് പറഞ്ഞതാണ്? സാധാരണ മനുഷ്യ കുഞ്ഞുങ്ങളുടെ അവസ്ഥയാണ് ഈ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്. എന്നാൽ അസാധാരണക്കാരായ അംബിയ ഔലിയാക്കളുടെ ശൈശവകാലം, അവരുടെ ഗർഭകാലം, അവർ ജന്മത്തിനു മുമ്പുള്ള അവസ്ഥ, ജനിച്ച് ഉടനെയുള്ള അവസ്ഥ, അത് ഖുർആനിൽ മറ്റു ഭാഗങ്ങളിൽ അല്ലാഹു മറ്റു ആയത്തുകളിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. സാധാരണ മനുഷ്യ കുഞ്ഞിന്റെ അവസ്ഥയാണ് ഒന്നും അറിയാതെ വരുന്നത്. അസാധാരണ മനുഷ്യരായ നബിമാരും വലിമാരും ജനിക്കുമ്പോ തന്നെ പ്രത്യേകത ഉണ്ട്. ഇത് ഖുർആനിൽ കാണാം. സൂറ മറിയമിലുണ്ടല്ലോ, റൂഹുല്ലാഹി ഈസാ അലൈഹിസലാം പിറന്നു വീണ സമയത്ത് തന്നെ സുവിശേഷം പ്രസംഗിച്ചു. ഫിൽ മഹ്ദി സബിയാ, ശൈശവ സമയത്ത് ജനിച്ച ഉടനെ തന്നെ തൊട്ടിലിൽ കിടന്ന് തത്വോപദേശങ്ങൾ പറഞ്ഞു, സുവിശേഷം പ്രസംഗിച്ചു ഈസാ അലൈഹിസ്സലാം. തൊട്ടിലിലെ ജനനം കഴിഞ്ഞ ഉടനെ
തൊട്ടിലിൽ കിടന്നിട്ട് എന്താ പറഞ്ഞതെന്നും കൂടെ അള്ളാഹ് പറഞ്ഞു. ഖാല ഇന്നി അബ്ദുല്ലാഹ് ആതാനിയൽ കിതാബ വജഅലനീ നബിയ്യാ. കഴിഞ്ഞില്ല, പിന്നുള്ള ആയത്തൊക്കെ ഈസാ നബി പറഞ്ഞതാണ്. എല്ലാം കൂടി ഉദ്ധരിക്കാൻ സമയമില്ല. ഖാല, അവിടുന്ന് പറഞ്ഞു, തൊട്ടിലിൽ കിടന്ന ശിശു പറഞ്ഞു, ഇന്നി അബ്ദുല്ലാ, നിങ്ങൾ വിചാരിക്കും പോലെ ഞാൻ ദൈവപുത്രനൊന്നുമല്ല, ഞാൻ ദൈവദാസനാണ്. എന്നിട്ടോ ആതാനിയൽ കിതാബ, എനിക്ക് അല്ലാഹു വേദഗ്രന്ഥം തന്നിട്ടുണ്ട്. വജഅലനീ നബിയ്യാ, അല്ലാഹു എന്നെ നബിയാക്കിയിട്ടുണ്ട്. 40 വയസ്സായിട്ടല്ല, തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി പറയാണ്, എനിക്ക് അല്ലാഹു വേദഗ്രന്ഥം തന്നു, എന്നെ നബിയാക്കി. എന്ന് വെച്ചാല് മറിയം ബീവിന്റെ വയറ്റിൽ നിന്ന് പ്രസവിച്ച് വീഴുമ്പോ വലത് കയ്യിൽ ഇഞ്ചിയില് ബൈബിളും കൊണ്ട് വന്നു എന്ന് അതിനർത്ഥം ആണോ? ബാഹ്യാർത്ഥം വെച്ചാൽ അങ്ങനെയുള്ള അർത്ഥം. ഈ കുട്ടി പറയാ, തൊട്ടിലിൽ കിടന്നിട്ട് പറയാണ്, എനിക്ക് അള്ളാഹു വേദഗ്രന്ഥം ബൈബിള് തന്നിട്ടുണ്ട്, ഇഞ്ചിയിൽ തന്നിട്ടുണ്ട്, എന്നെ നബിയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അവിടെ അർത്ഥം? അർത്ഥം എന്താന്ന് പറയണം, വാ തുറന്ന് പറയണം. ആ അർത്ഥം കിട്ടിയാൽ മനസ്സിലാകും. മുതുക് കിടന്നപ്പോ തന്നെ കുത്തുബായി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് കൃത്യമായിട്ട് കിട്ടും. ഞാനൊക്കെ പോട്ടെ, മുതുകിൽ, പിതാക്കളുടെ മുതുകുകളിൽ ബീജക്കണങ്ങളായി അണുമനുഷ്യരായി ജീവിച്ചൊരു കാലം മുഹീദ്ദീൻ ശൈഖിന് മാത്രമല്ല നമുക്കൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്. പ്രമാണങ്ങൾ പറഞ്ഞിരുന്നുണ്ട്. മനുഷ്യ ജീവിതത്തിന് 5 ഘട്ടാണ്. ആലമുൽ അർവാഹ്, ആലമുൽ ദുനിയ, ആലമുൽ ബർസഖ്, ആലമുൽ ഹശർ, അൽ ജന്നത്തു വന്നാർ. 5 ഘട്ടാണ് മനുഷ്യ ജീവിതത്തിന്. ഇപ്പൊ നമ്മൾ 2ാം ഘട്ടമായ ദുന്യാവിലെ ജീവിതത്തിലാണുള്ളത്. ഇതിന്റെ മുമ്പ് ആലമുൽ അർവാഹിൽ ഒരു ജീവിതം കഴിഞ്ഞുപോയി, ആത്മാക്കളുടെ ലോകത്ത്. അവിടെ ജീവിതം കഴിഞ്ഞു എന്ന് മാത്രമല്ല, സുപ്രധാനമായ ചില സംഭവങ്ങളും അവിടെ നടന്നിട്ടുണ്ട്. وَإِذْ أَخَذَ رَبُّكَ مِنْ بَنِي آدَمَ مِنْ ظُهُورِهِمْ ذُرِّيَّتَهُمْ. ഞാൻ ഈ ഓതുന്നൊന്നും മുഹീദ്ദീൻ മാലിയിലെ വരിയല്ല കേട്ടോ, ഖുർആനിലെ ആയത്താണ്. അല്ലാഹു ആദൻ നബിയുടെ മുതുകിൽ നിന്ന് മാനവകുലത്തിന്റെ മക്കളെ മുഴുവൻ, ഈ ഭൂമിയിൽ വരുന്ന സകല മനുഷ്യരെയും പുറത്തു കൊണ്ടുവന്നു. ഖുർആനായത്താണ്. ഇതിന് സ്വഹീഹായ ഹദീസ് ഉണ്ട്, തഫ്സീറുകളുണ്ട്. ആദൻ നബിയുടെ മുതുകിൽ നിന്ന് ജനിക്കാൻ പോകുന്ന സകല മനുഷ്യരെയും അണുമനുഷ്യരായി അള്ളാഹു പുറത്തു കൊണ്ടുവന്നു. എന്നിട്ടോ അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ ശഹിദ്നാ, അള്ളാഹു ഞാനല്ലേ നിങ്ങളെ റബ്ബ് എന്ന് ചോദിച്ചു. അവരെല്ലാം അംഗീകരിച്ചു, സാക്ഷി നിന്നു. ഈ സംഭവമൊക്കെ ഖുർആൻ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ജനിക്കണിന്റെ മുമ്പ് ജീവിച്ചിട്ടുണ്ട്, അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിനോട് കരാർ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശുദ്ധ ഖുർആൻ പറയാൻ. മാത്രല്ല, പിതാക്കളുടെ മുതുകിലാകുമ്പോ അള്ളാഹിനോട് നടത്തിയ കരാറ് മാത്രല്ല, വേറെയും സംഭവങ്ങളുണ്ട്. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ മന്ദിരത്തിന്റെ പുനർനിർമ്മാണത്തിൽ നിന്ന് വിരമിച്ചപ്പോ അള്ളാഹ് പറഞ്ഞു, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ഹജ്ജിനെ കുറിച്ച് മനുഷ്യരോട് വിളംബരം നടത്തൂ ഇബ്രാഹിം നബിയെ. അള്ളാഹ് കഅബ പുനർനിർമ്മിച്ചു കഴിഞ്ഞപ്പോ ഹജ്ജിന് വേണ്ടി മാലോകരെ വിളിച്ചോളൂ. ഇബ്രാഹിം നബി വിളിച്ചു, അല്ലയോ മനുഷ്യരെ, അള്ളാഹു നിങ്ങൾക്ക് ഹജ്ജ് ഫർലാക്കിയിരിക്കുന്നു, ഈ ഗേഹത്തിൽ വന്ന് നിങ്ങളൊക്കെ ഹജ്ജ് ചെയ്യണമെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ആ വിളി ഉയർന്നപ്പോൾ പിതാക്കളുടെ മുതുകുകളിൽ കിടന്നിരുന്ന അണുമനുഷ്യരിൽ ചിലർ പറഞ്ഞു, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ഇത് പറഞ്ഞവരാ മക്കത്തെത്തുന്നത്, ഇത് പറഞ്ഞവനാണ് ഹാജിയാകുന്നത്, ഇത് പറഞ്ഞവരാണ് ഹജ്ജുമ്മയാകുന്നത്. ഈ ഉത്തരം നൽകിയവർ, ഇത് പ്രസിദ്ധരായ മുഫസ്സിറുകളൊക്കെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോ ജനിക്കുന്നതിന്റെ മുമ്പ് മുഹീദ്ദീൻ ശൈഖിന് മാത്രല്ല നമുക്കും ചില പ്രത്യേകത ഉണ്ട്, ചില സംഭവങ്ങളുണ്ട്. പിന്നെ ഇതൊക്കെ ഒരു പ്രയോഗമാണ് കൂട്ടരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് സഹാബത്ത് ചോദിച്ചല്ലോ, മത്താ കുൻത നബിയൻ, അങ്ങ് എന്നാ നബിയായത്? അവിടുന്ന് പറഞ്ഞ മറുപടി എന്താ? കുൻതു നബിയൻ വൽ ആദമു ബൈനൽ മാഇ വത്തീൻ, ആദം നബി പടക്കപ്പെടും മുമ്പേ ഞാൻ നബിയാണ്. മുസ്നദിൽ കാണാ, അഹ്മദ് റഹിമഹുല്ലയുടെ മുസ്നദിൽ ഈ ഹദീസ് കാണാ. ഇമാം തുർമുദി ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം ഹാക്കിം ഉദ്ധരിച്ചിട്ടുണ്ട്. സ്വഹീഹായ സനദിലൂടെയാണ് മുസ്നദ് അഹ്മദിൽ ഇത് ഉദ്ധരിച്ചിട്ടുള്ളത്. ആദം നബി പടക്കപ്പെടും മുമ്പേ ഞാൻ നബിയാണ്. ഹിറാ ഗുഹയിൽ 40 വയസ്സ് പൂർത്തിയായിട്ടല്ലേ നബിയായത്? പിന്നെന്താ ഈ പറഞ്ഞത്? അതിന് ആശയുണ്ട്. ഈസാ നബി തൊട്ടിലിൽ കിടന്നിട്ട് എനിക്ക് കിതാബും കിട്ടി, ഞാൻ നബിയാണെന്ന് പറഞ്ഞാല് ആ തൊട്ടിലിൽ കിടക്കുന്ന നബിയായിട്ട് അപ്പോ കിതാബും കൊണ്ട് വന്നതാണോ? അല്ല, അതിന് 2 അർത്ഥങ്ങളുണ്ട്.
മുഫസ്സിറുകൾ പറയുന്നുണ്ട്, ഇബ്നു കസീർ റഹിമഹുല്ല സ്വഹാബത്തിന്റെ ഖൗലുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മറിയം ബീവിയുടെ വയറ്റിൽ വെച്ച് തന്നെ ഇഞ്ചീൽ പഠിച്ചു ഈസാ നബി. സ്വഹാബത്താണ് ഈ അർത്ഥം പറയുന്നത്. വേറൊരർത്ഥം ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ പോലത്തെ മുഫസ്സിറുകൾ പറഞ്ഞ എന്താ, അത് ലഭിക്കും എന്ന ഉറപ്പ്, ലഭിക്കും എന്ന ഉറപ്പ്, ആ ഉറപ്പ് കൊണ്ട് കിട്ടി എന്ന് പറഞ്ഞതാണ്. ഇപ്പൊ കൊടുത്തിട്ടില്ല, പക്ഷെ അത് ലഭ്യമാണ് എന്നതിൽ തർക്കമില്ല, അതുകൊണ്ട് ഇപ്പൊ തന്നെ കിട്ടിയെന്ന്. പല അർത്ഥങ്ങളുണ്ടതിന്. ഇതൊക്കെ ഒരു പ്രയോഗമാണ്. ആ അർത്ഥത്തിലാണ് പിതാവിന്റെ മുതുകിൽ കിടന്ന കാലത്ത് തന്നെ അള്ളാന്റെ തീരുമാനത്തിൽ ഇദ്ദേഹം കുത്തുബാണ്. എന്താ ഇപ്പൊ അതിന് കുഴപ്പന്നേ? ഒരു കുഴപ്പമില്ല. ഖുർആനിന് യോജിക്കും, ഹദീസിന് യോജിക്കും, ചരിത്രങ്ങൾക്ക് നിരക്കും, ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് യോജിക്കുന്ന വരികൾ തന്നെ ഏതെങ്കിലും ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇതിനെ നിരാകരിക്കാനാകില്ല, നിഷേധിക്കാനാകില്ല, ഊതിക്കെടുത്താനാകില്ല. ഖുർആനിന്റെ ഉൾസാരം തന്നെ, സാരാംശം തന്നെയാണ് ഈ വരികൾ. അടുത്ത ഭാഗം, വാനം മാതേളിയിലും കേളി നിറഞ്ഞോവർ. കുറച്ച് ഓവറായി, ഒരു ഓർവില്ല. 7 ആകാശങ്ങളിൽ പ്രസിദ്ധി എന്ന് പറഞ്ഞ മൊയ്തീൻ ശൈഖിന് മാത്രമല്ല, ഞാനും നിങ്ങളൊന്ന് ട്രൈ ചെയ്താൽ നമുക്കും നടക്കും. ഇതാണപ്പോ നമ്മൾ മൊയ്തീമാലി ഇത് പഠിക്കേണ്ടത്. മുഹീദ്ദീൻ ശൈഖ് ഹോജയായിരുന്നു, ഒരു ഭയങ്കര സംഭവമായിരുന്നു എന്ന് പാട്ടുപാടി പോകാനല്ല. എന്താ നമുക്കതിലുള്ള മെസ്സേജ്? മുഹീദ്ദീൻ ശൈഖ് 7 ആകാശങ്ങളിലും ഫേമസ് ആയി, നമുക്ക് അതിന് വല്ല അറിവുണ്ടോ? ഇതാണ് മാലാ പഠനം, അതന്നെ ഖുർആൻ പഠനം, അതാണ് സുന്നത്തിന്റെ പഠനം. മുഹീദ്ദീൻ ശൈഖിന് മാത്രമല്ല, നമുക്കും വാനലോകത്ത് ഫേമസ് ആകാം, അള്ളാഹുവിന്റെ ലോകത്ത് ഫേമസ് ആകാം. ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസിൽ അതാ, ഒരാള് ജനസഞ്ചയത്തിനിടയിൽ വെച്ച് എന്നെ ഓർത്താൽ ദക്കറഹുമുല്ലാഹു ഫീമൻ ഇൻദഹു, അള്ളാഹു ദൈവീക ലോകത്ത് അവന്റെ ചാരത്തുള്ള മലായിക്കത്തിന്റെ ഇടയിൽ വെച്ച് ആ മനുഷ്യനെ പറയുകയും ഓർക്കുകയും ചെയ്യുന്നു. അള്ളാഹു അവന്റെ ലോകത്ത് മലക്കുകളുടെ സമ്മേളനത്തിൽ ഈ മനുഷ്യനെ കുറിച്ച് പറയുകയും ഓർക്കുകയും ചെയ്യും. ഒരാൾ ഒറ്റക്ക് അള്ളാനെ ഓർത്താൽ അള്ളാഹ് പറയാം, ഒറ്റക്ക് ഞാൻ അവനെയും പറയും ഓർക്കും. ജനക്കൂട്ടത്തിൽ വെച്ച് ഒരാൾ എന്നെ ഓർത്താൽ ഞാൻ വലിയ ഒരു, ഇതിനേക്കാൾ ഭൂമിയിലെ ജനക്കൂട്ടത്തെക്കാൾ ഉന്നതമായ ഒരു സഞ്ചയത്തില്, അനുഗ്രഹീതരുടെ സമ്മേളനത്തിൽ വെച്ച് ഞാൻ ആ മനുഷ്യന്റെ പേര് പറയും, അവൻ അവിടെ ഫേമസ് ആകും. അള്ളാഹു പറയാണ്, ബുഖാരി മുസ്ലിമിലെ ഹദീസാണ്. 7 ആകാശങ്ങളിൽ മാത്രമല്ല കൂട്ടരെ, അതിനേക്കാൾ മുന്തിയ ഒരു പടപ്പാണ് അർശുർ റഹ്മാൻ, അള്ളാഹുവിന്റെ സിംഹാസനം. 7 ആകാശങ്ങളെക്കാൾ ഉത്തമ സൃഷ്ടിയാണ് അള്ളാഹുവിന്റെ അർശ്, സിംഹാസനം. അവിടെ പോലും സ്വാധീനം ചെലുത്താൻ അള്ളാഹുവിന്റെ ഇഷ്ടദാസനാകും. സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ്, ഇഹ്തസ്സൽ അർശു, മുത്തുനബി പറയാണ്, അള്ളാഹുവിന്റെ സിംഹാസനം പ്രകമ്പനം കൊണ്ടു വിറച്ചുപോയി. എന്തിന്? ലിമൗതി സഅദ് ബിൻ മുആദ്, അല്ലാഹുവിന്റെ ഇഷ്ടദാസനായ എന്റെ പ്രിയപ്പെട്ട സ്വഹാബിയായ സഅദ് ബിൻ മുആദ് മരണപ്പെട്ടപ്പോൾ അല്ലാഹുവിന്റെ സിംഹാസനം അർശ് വിറച്ചുപോയി മക്കളെ, കിടുങ്ങിപ്പോയി മക്കളെ. അല്ലാഹുവിന്റെ സിംഹാസനം സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് കൊണ്ട് പ്രകമ്പനം കൊണ്ടെങ്കിൽ, സഅദ് റളിയല്ലാഹു അൻഹു എന്ന പ്രസിദ്ധ സ്വഹാബിക്ക് അള്ളാഹുവിന്റെ അർശിന് സ്വാധീനമുണ്ടായെങ്കിൽ മുഹീദ്ദീൻ ശൈഖ് തങ്ങൾക്ക് 7 ആകാശങ്ങളിൽ സ്വാധീനമുണ്ടാകുന്നതിൽ ഒരു വിരോധമില്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് പാടിക്കോ. ബാവാമുദുവിന്ന് കുതുബായി വന്നോവർ, വാനം മാതേളിയിലും കേളി നിറഞ്ഞോവർ. ഡയറക്റ്റ് മീനിങ് പറഞ്ഞ ഒരു കുഴപ്പമില്ല, ദുർവ്യാഖ്യാന കുഴപ്പം. ഇതിൽ തന്നെ ഒരു വരിയുണ്ട്, യാ ഗൗസൽ അഅ്ലം എന്ന് അല്ലാഹ് വിളിച്ചോവർ. അല്ലാഹ് മുഹീദ്ദീൻ ശൈഖിനെ ഗൗസുൽ അഅ്ലമേ എന്ന് വിളിച്ചു. ഏറ്റവും മഹാനായ സഹായിയാണ് താങ്കൾ. ഗൗസുൽ അഅ്ലം എന്ന് പറഞ്ഞാൽ എന്താ? മഹാനായ സഹായിയാണ് താങ്കൾ എന്ന് അല്ലാഹ് വിളിച്ചു. എന്നിട്ടൊരു കള്ളക്കഥ അവിടെ കെട്ടുകഥയായി നിർമ്മിച്ച് ജനങ്ങളെ പൊട്ടീസാക്കുക. എന്താ കള്ളക്കഥ? മൊയ്തീൻ ശൈഖ് മരിച്ചാണ്ട് സ്വർഗത്തിലെത്തിയപ്പോ അള്ളാഹ് പറഞ്ഞല്ലോ, മൊയ്തീനെ, നമ്മൾ ആ ഹൗദുൽ കൗസർ ഒന്ന് കാണുക, നിന്റെ ഉപ്പാപ്പയാണ് അത് കൈകാര്യം ചെയ്യുന്നത്, മുഹമ്മദ് എന്നോര്. അതുകൊണ്ട് ഉപ്പാപ്പ അവിടുന്ന് മുക്കി കൊടുക്കുകയൊക്കെ ചെയ്യുമെന്ന് കേട്ടിട്ടില്ല മൊയ്തീനെ, നമുക്ക് ആ ഹൗദുൽ കൗസർ ഒന്ന് കണ്ടേച്ച് പോരാന്ന് അള്ളാഹ് പറഞ്ഞോലോ മൊയ്തീൻ ശൈഖിനോട്. മൊയ്തീൻ ശൈഖ് പറഞ്ഞു, പടച്ചമ്പുരാനെ, അത് കാണാനുള്ള കൊതിയുണ്ട്, ഇച്ചിരി കുടിക്കാനുള്ള കൊതിയുണ്ട് എന്റെ ഉപ്പാപ്പാന്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട്, എന്നാ പോരേ അറിഞ്ഞു.
അള്ള കൂട്ടിക്കൊണ്ടുപോയി മൊയ്തീനെ. അങ്ങനെ ഹൗദുൽ കൗസർ തടാകം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ തടാകം ആയിരുന്നല്ല, നല്ല ഗ്ലേസിംഗ് ആണ്, മനോഹരാണ്. അങ്ങനെ അള്ളയും മൊയ്തീൻ ഷെയ്ഖും ഇങ്ങനെ അവിടെ എത്തിയപ്പോ അള്ളാഹ് പറഞ്ഞു ഞാനൊന്ന് ആ തടാകത്തിലൊന്ന് ഇറങ്ങി വരാറ്. ഈ ഇറങ്ങിയപ്പോ ആ ഗ്ലേസിംഗ് കൊണ്ട് അള്ള കാല് വൈദിയിട്ട് ആ തടാകത്തേക്കാണ് വീണിട്ട് യാ കൗസല്ല മൊയ്തീനെ കാത്തോളനെ നല്ല വിളിച്ചു. എവിടുന്ന ഈ കഥ? ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി പൊട്ടക്കഥകൾ മെനഞ്ഞുണ്ടാക്കിയിട്ട് പൊട്ടീസാക്കുക. ഇങ്ങനെയൊന്നല്ല. അള്ള എപ്പ വിളിച്ചു, എങ്ങനെ വിളിച്ചു പഠിക്കണം. ഖുർആനിലുണ്ടത്, ഹദീസിലുണ്ട്. അള്ള നമ്മളെ വിളിക്കുമല്ലോ നല്ലത് ചെയ്താല്. വിളിക്കൂലേ? കേൾക്കാനുള്ള കാത് വേണമെന്ന് മാത്രം, അത് മനസ്സിലാക്കാനുള്ള ഹൃദയം വേണമെന്ന് മാത്രം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഉന്നതമായ ആത്മീയ തലങ്ങളിലേക്ക് കയറിപ്പോകാനും ഈമാനിന്റെ ടേസ്റ്റ് ആസ്വദിക്കാനും തഖ്വയുടെ ഉറപ്പ് ലഭിക്കാനും ഈമാനിന്റെ യഖീനിൽ പിടിച്ചു നിൽക്കാനും ഔലിയാക്കളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവർ ലോകത്ത് സമർപ്പിച്ച സന്ദേശം ഉൾക്കൊള്ളാനും പടച്ച റബ്ബേ നീ ഞങ്ങളെയൊക്കെ സഹായിക്കണമേ തമ്പുരാനെ. അതിന് നീ തൗഫീഖ് നൽകണമേ തമ്പുരാനെ.